ഇത് വിസ്കി ബോട്ടിലാണ് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ വിസ്കി ത്രോട്ടിൽ എന്താണ്? ഇതുപോലുള്ള ആക്സിഡന്റ് സംഭവിക്കുന്നതിന്റെ മെയിൻ കാരണം മിക്കപ്പോഴും വിസ്കി ത്രോട്ടിലായിരിക്കും. വണ്ടിയുടെ ആക്സിലറേറ്റർ അഥവാ ത്രോട്ടിൽ നമ്മുടെ കൺട്രോളില്ലാതെ പെട്ടെന്ന് കൂടിപ്പോകുന്ന അവസ്ഥയാണ് വിസ്കി ത്രോട്ടിൽ എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ സഡൻ ആയിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്താൽ പോലും നമ്മുടെ ബോഡി പിന്നിലേക്ക് ആയാറുണ്ട്. ആ സമയത്ത് പാനിക്കായിട്ട് പലരും ഗ്രിപ്പ് മുറുകെ പിടിക്കും. അപ്പോൾ ബോഡി പുറകിലോട്ട് പോകുന്നതിന്റെ കൂടെ ഗ്രിപ്പും തിരിഞ്ഞെങ്കിൽ വരും. അങ്ങനെയാണ് ആക്സിലറേഷൻ കൂടുന്നത്. ഇത് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നും പറയാം. ആദ്യം നിങ്ങളുടെ ബോഡി പൊസിഷൻ കറക്റ്റ് ആക്കുക. എപ്പോഴും പുറകിലോട്ട് ചാഞ്ഞിരിക്കാതെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് ലീൻ ചെയ്ത് കാലുകൊണ്ട് ടാങ്കിന്റെ രണ്ട് സൈഡും ഗ്രിപ്പ് ചെയ്ത് വേണം വണ്ടി ഓടിക്കാൻ. പ്രോപ്പർ ബോഡി പൊസിഷന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. 2, ആക്സിലേറ്ററിൽ ഇതുപോലെ കയറ്റി പിടിച്ചു കഴിഞ്ഞാൽ വിസ്കി ത്രോട്ടിൽ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പകരം ഇതുപോലെ ന്യൂട്രൽ ലെവൽ മാത്രം പിടിക്കുക. ഇത്രയും ചേർത്തുള്ള ഡെത്ത് ഗ്രിപ്പും മാക്സിമം ഒഴിവാക്കുക. 3, പൊളിഞ്ഞ റോഡുകളിലും സ്ലോ മൂവിംഗ് ട്രാഫിക്കിലൊക്കെ എപ്പോഴും ബ്രേക്കും ക്ലച്ചും കവർ ചെയ്യുക. എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ട് ഫിംഗേഴ്സ് പ്ലേസ് ചെയ്യുക. ഇനി വിസ്കി ത്രോട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ക്രാഷ് ആവാതെ രക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം ക്ലച്ച് പിടിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്ലച്ച് ആൾറെഡി കവേർഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ബോഡി പിന്നിലേക്ക് ആയതുകൊണ്ട് ത്രോട്ടിൽ ക്ലോസ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ പറ്റുന്ന ഉടനെ അത് ചെയ്യുക. ബ്രേക്ക് അപ്ലൈ ചെയ്ത് എഞ്ചിൻ പെട്ടെന്ന് ഓഫ് ചെയ്യുക. ഇനി ഫ്രണ്ട് പൊങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ ഉടനെ റിയർ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. വണ്ടി പൊങ്ങി കൈ നിൽക്കാതെ പോവുകയാണെങ്കിൽ അതിനെ വിടുന്നതായിരിക്കും നല്ലത്. അങ്ങനെയെങ്കിൽ RSA മാത്രം വിളിച്ചാൽ മതിയാവും, ആംബുലൻസ് വേണ്ടി വരില്ല.